പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കുകയാണ്. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി അല്പസമയത്തിനകം ഉത്തരവ് പറയും. CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നതാണ് ചോദ്യം. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കിയതാണെന്നും പോലീസ് അന്വേഷണം പക്ഷപാതപരമാണെന്നുമാണ് കുടുംബത്തിന്റെ ആരോപണം. അങ്ങനെ വന്നാൽ ആത്മഹത്യാ കുറ്റം നിലനിൽക്കില്ല. പക്ഷേ ഈ കേസിൽ ഹൈക്കോടതി വിധി ആ അർത്ഥത്തിൽ VP ദിവ്യയ്ക്കും നിർണായകമാണ്. കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് CBI വ്യക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി സജീഷ് ചേരുന്നുണ്ട്. SK സജീഷ് ചേരുന്നു. സജീഷ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സജീഷ്, ഇപ്പോൾ ലഭ്യമായ ഏറ്റവും ഒടുവിലത്തെ വിവരം അനുസരിച്ച് കുടുംബം കോടതിയെ സമീപിച്ചിരിക്കുന്നത് CBI അന്വേഷണം വേണം എന്നാണ്. എന്നാൽ ഈ കേസ് അന്വേഷിച്ചിരിക്കുന്ന SITയും സർക്കാരിൻ്റെയും നിലപാട് CBI അന്വേഷണം ആവശ്യമില്ല, അന്വേഷണം നന്നായി നടക്കുന്നു എന്നാണ്. കേസ് ഡയറി അടക്കം ഹൈക്കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? അല്പസമയത്തിനുള്ളിൽ വിധി വരുമെന്ന് അറിയുന്നു. എപ്പോഴത്തേക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഡോക്ടർ അരുൺകുമാർ, കോടതി നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഏറെക്കുറെ 10:30 തന്നെ ഇത് സംബന്ധിച്ച നടപടികളിലേക്ക് കോടതി കടക്കും എന്നാണ് അറിയുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട CBI അന്വേഷണത്തിലേക്ക് കോടതി കടക്കുമോ എന്നതാണ്. നിലവിൽ ഹർജിക്കാരി വാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. ഒന്ന്, നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യ തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതായത് ഇതൊരു കൊലപാതകമാണ് എന്ന രീതിയിലുള്ള വാദമാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ അവതരിപ്പിച്ചത്. ഇതിൽ കുടുംബം എത്തുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് സമയത്ത് ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു, അത് ഉണ്ടായില്ല. ഇപ്പോഴത്തെ അന്വേഷണ സംഘത്തിൽ അതൃപ്തിയില്ല. പക്ഷേ രാഷ്ട്രീയ പക്ഷപാതത്വം ഈ അന്വേഷണത്തിൽ ഉണ്ടാകുമോ എന്നൊരു സംശയം ഉണ്ട്. ഇപ്പോഴുള്ള അന്വേഷണത്തിൽ പുരോഗതിയില്ല. നിന്നെടുത്ത് തന്നെ ഈ അന്വേഷണം തുറന്നുകൊണ്ടിരിക്കുകയാണ്. കേസിൽ പ്രബലരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. രാഷ്ട്രീയമായി സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പ്രബലർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് സമയം വേണമെങ്കിലും അന്വേഷണം അട്ടിമറിക്കപ്പെടാം, അല്ലെങ്കിൽ അന്വേഷണത്തിൽ രാഷ്ട്രീയ പ്രേരിതമായ ഇടപെടൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഒരു നിഷ്പക്ഷമായ അന്വേഷണ ഏജൻസി ഇത് അന്വേഷിക്കണം. അതാണ് CBI അന്വേഷണം എന്ന ആവശ്യത്തിലേക്ക് കുടുംബം എത്തുന്നതെന്നും ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം ശരിയായ രീതിയിലല്ല നടന്നത്. പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തരുത് എന്ന് ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതുണ്ടായില്ല. പോലീസ് അന്വേഷിച്ചാൽ രാഷ്ട്രീയ പക്ഷപാതപരമായ അന്വേഷണം എന്ന രീതിയിലേക്ക് പോവുക, അതാണ് തുടക്കം മുതൽ കാണുന്നതെന്നും ഈ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കേസിലെ പ്രതിയായ ദിവ്യയെ സംരക്ഷിക്കും എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ കാര്യവും ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ദിവ്യ ജാമ്യം ലഭിച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ സ്വീകരിക്കാൻ പോയത് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യ അടക്കമുള്ള ആളുകൾ ആണ് എന്നും ഈ ഹർജിയിൽ പറയുന്നു. അതുകൊണ്ട് നീതി ലഭിക്കാൻ CBI അന്വേഷണം ആവശ്യമാണ്. ഇപ്പോൾ കോടതി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ പ്രധാനമായും വാദിച്ചത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് 100% നീതി പുലർത്തുന്ന അന്വേഷണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ആവശ്യം ഈ കേസിലില്ല. അതിനാൽ CBI അന്വേഷണവും ആവശ്യമില്ല. കൃത്യമായ തെളിവുകൾ ഇല്ലാതെയാണ് ഹർജിയിൽ ഇക്കാര്യങ്ങൾ, അതായത് ഭാര്യ മഞ്ജുഷയുടെ ഹർജിയിൽ ഇക്കാര്യങ്ങൾ വാദിക്കുന്നത്. കൊലപാതക സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ നിലവിലുള്ള അന്വേഷണ സംഘം പരിശോധിക്കും. ആ രീതിയിൽ അന്വേഷണം പോവുകയും ചെയ്യുന്നു. CBI കോടതിയിൽ ഇത് സംബന്ധിച്ച നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കോടതി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറാണെന്നാണ് CBI കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഏതായാലും നവീൻ ബാബുവിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ കോടതിയിൽ നടക്കുമ്പോൾ സിംഗിൾ ബെഞ്ച് ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. നവീൻ ബാബുവിൻ്റെത് കൊലപാതകമാണ് എന്ന് സംശയിക്കാൻ എന്താണ് കാരണം? അന്വേഷണം ശരിയായ ദിശയിലല്ലെന്ന് ആശങ്കപ്പെടാൻ പ്രതി രാഷ്ട്രീയ നേതാവാണ് എന്നതിൽ ഉപരി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നും കോടതി ആരാഞ്ഞിരുന്നു. അന്വേഷണം പക്ഷപാതപരമാണെന്ന് ബോധ്യപ്പെടുത്താൻ തെളിവ് വേണം. ഉന്നത ഉദ്യോഗസ്ഥന് മേൽനോട്ട ചുമതല നൽകിയാൽ മതിയോ എന്നും കോടതി ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു. അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമേ CBI അന്വേഷണം ആവശ്യമുള്ളൂ എന്നാണ് കോടതി നേരത്തെ പറഞ്ഞത്. ഏതായാലും കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. CPMനെയും PP ദിവ്യയും സംബന്ധിച്ചിടത്തോളം നിർണായകമായിരിക്കും കോടതി നടപടികൾ. CBI അന്വേഷണം ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിനും CPMനും അത് വലിയ തിരിച്ചടിയാകും. ഇതുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും നിർണായകമായ എന്ത് തീരുമാനമാകും കോടതി എടുക്കാൻ പോവുക എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.